അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ആൻസി ജോൺസൺ. ഞാൻ വാൽപ്പാറയിൽ നിന്ന് വരുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് BSc നഴ്സിങ്ങിന് പഠിക്കുന്നു, ഇളയത് 10th ഇപ്പോൾ +1 ആയി. എൻ്റെ മൂത്ത മകൻ BSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാരണങ്ങളാൽ അവന് കോളേജിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായ അവസ്ഥ വന്നു. അപ്പോൾ ഇവന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞു, ഇവന് ഏതെങ്കിലും കാരണവശാൽ ഇവിടെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് രാജിവെച്ച് പുറത്തു പോകും. അവനൊരു കാരണവശാലും ഞങ്ങൾ ഈ കോളേജിൽ രണ്ടാമത് തിരികെ എടുക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ കുറേ ആൾക്കാർ വഴിയായിട്ട്, കുറേ രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ കുറേ ഇൻഫ്ലുവൻസ് ഉള്ള കുറേ ആൾക്കാർ വഴിയായിട്ടെല്ലാം ഞങ്ങൾ MLA വഴിയായിട്ടൊക്കെ മൂവ് ചെയ്തെങ്കിലും യാതൊരു തന്നെ ഫലവും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പറയുകയും അച്ഛൻ കുറേ പ്രാർത്ഥനകളെല്ലാം പറയുകയൊക്കെ ചെയ്ത് ഞാൻ രാത്രി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി. തൽഫലമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതി അവനെ രണ്ടാമത് കോളേജിൽ എടുക്കുകയും ആ മാം തന്നെ വിളിച്ചിട്ട് രണ്ടാമത് അവനോട് ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറയുകയും ചെയ്തു. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. രാജിവെക്കെന്ന് പറഞ്ഞ് ആ ടീച്ചർ തന്നെ വിളിച്ചു. ആ ടീച്ചർ തന്നെ വിളിച്ചിട്ട് രണ്ടാമത് അവനോട് ഇവിടെ വന്ന് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സെം അവൻ പാസ്സാകുകയും ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് സെം എക്സാം എഴുതുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഇളയ മകൻ 10th പഠിക്കുകയായിരുന്നു. അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര വിശ്വാസവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചൊക്കെയായിരുന്നു. അപ്പോൾ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ കൊച്ചിൻ്റെ മനസ്സ് ആകെ മാറി. പിന്നെ അവൻ സ്കൂളിൽ പോകാണ്ടായി. പിന്നെ മഞ്ഞപ്പിത്തം വന്നു. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഡിസംബർ വരെയും അവൻ സ്കൂളിലേ പോയിട്ടില്ല. അപ്പോഴും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ അമ്മച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും അച്ഛൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കൊച്ച് എക്സാം എഴുതുന്ന സമയത്തെല്ലാം ഞാൻ പോയി പള്ളിയിലിരുന്ന് സക്രാരിയുടെ മുമ്പിലിരുന്ന് എൻ്റെ ഈശോയെ, അമ്മ മാതാവും ഈശോയും എൻ്റെ മകൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് എൻ്റെ മോനെ കൊണ്ട് എക്സാം എഴുതിക്കണേ, എനിക്ക് സാധിക്കില്ല മാതാവ്, അവനൊന്നും തന്നെ അറിയില്ല, അങ്ങ് തന്നെ ഇതിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അങ്ങ് തന്നെ ഇവൻ്റെ കൂടെ ഇരുന്ന് എക്സാം എഴുതിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. തൽഫലമായിട്ട് അവന് നല്ല മാർക്കോടുകൂടി 10th പാസ്സായി. ഇപ്പോൾ +1 ജോയിൻ ചെയ്തു. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഈ കുടുംബത്തിന് വേണ്ടി ഈ ചേച്ചിയുടെ അമ്മ ഇവിടെ വന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും മിക്ക ദിവസവും വൈകിട്ട് അല്ലേ ഒരു 4 മണി തൊട്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രശ്നം കേൾക്കുമ്പോഴും അമ്മച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. 10ാം ക്ലാസ്സിൽ അവൻ ക്ലാസ്സിൽ പോയില്ലായിരുന്നു. അവൻ ക്ലാസ്സിൽ പോയി. അവൻ നല്ല മാർക്കോടുകൂടി അവന് ജയിക്കാനുള്ള കൃപ വന്നു. മറ്റൊരു പയ്യൻ BSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് അവനെ അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അവിടെ സാറ് പോലും റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അവന് വേണ്ടി പല ആൾക്കാരെയും പിടിച്ചു, പക്ഷേ രക്ഷപ്പെട്ടില്ല. കർത്താവിനെ പിടിച്ച സമയത്ത് എന്തായി, ആ സാറ് തന്നെ വിളിച്ച് അവനോട് പ്രവേശിക്കാൻ പറഞ്ഞു. അത്ഭുതമാണോ? എപ്പോൾ പ്രാർത്ഥിച്ചു എന്നാ ചേച്ചി പറഞ്ഞു? 3 മണി മുതൽ 5 മണി വരെ, 3 മണി തൊട്ട് 5 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച കാര്യം നടക്കും. എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഈ ചേച്ചി അത്രമാത്രം കരഞ്ഞാണ് 2 ദിവസം ഇവിടെ വന്ന്. ആദ്യത്തെ ദിവസം ചേച്ചി വന്നു, രണ്ടാമത്തെ ദിവസം മകനെയും കൂട്ടിക്കൊണ്ട് വന്നു. അല്ലേ, മകനല്ലേ ഇവിടെ വന്ന്? മൂത്ത മകനെയും കൂട്ടിയിട്ട് വന്നു. അല്ലേലിയ. അവൻ 2 ദിവസം ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ആദ്യത്തെ ദിവസം ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവൻ ഒരുങ്ങി പോയി കുമ്പസാരിച്ചു. നല്ല വ്യത്യാസം അവനിൽ വന്നു. അവനിൽ മാറ്റം വന്നപ്പോൾ കോളേജ് അധികാരികൾ തിരിച്ചു വിളിക്കാനായിട്ട് ഇടവന്നു. അപ്പോൾ 3 മണി 3:30 തൊട്ടുള്ള പ്രാർത്ഥന ശക്തമാണോ? തീർച്ചയായിട്ടും. അനുഭവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ.